എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ് കണ്ണൂരിലും കാസർഗോഡും എന്നതാണ് കെ.വി. ബൈജു പറയുന്നത്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നു എൽദോ, ഇനി ഒരു ഒറ്റ മണിക്കൂർ മാത്രം, 7 മണി ആയിരിക്കുന്നു. ഇനി ഒരു ഒറ്റ മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രം. അതെ, 60 മിനിറ്റ് അങ്ങനെയും പറയാം. എന്തായാലും ഇനി ഒരു ഒറ്റ മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. എത്ര ദിവസങ്ങൾ എണ്ണി നീക്കി, 25-ലധികം ദിവസങ്ങൾ എണ്ണി നീക്കി കേരളം ഇപ്പോൾ വോട്ടെടുപ്പിന്റെ പടിവാതിക്കലത്തിൽ നിൽക്കുകയാണ്. ഇനി ഒരു ഒറ്റ മണിക്കൂറിന്റെ കാത്തിരിപ്പ്. 8 മണിയോടുകൂടി തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. 8:15 പോസ്റ്റൽ വോട്ടിന്റെ ലീഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞു തുടങ്ങാൻ പറ്റും. 8:30 ഇവിഎമ്മിലെ വോട്ട് എണ്ണി തുടങ്ങുക. ആദ്യ റൗണ്ട് ഫല സൂചനകൾ 8:45 ഇവിഎമ്മിലേത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇനി ഒറ്റ മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രം. ഒരേ ഒരു മണിക്കൂർ മാത്രമാണ് പ്രേക്ഷകരെ. ഇനി ഒരേ ഒരു മണിക്കൂർ മാത്രം. ഒരു മണിക്കൂറിൽ ഇതാ നമ്മൾ വിധിച്ചത് എന്താ? കേരളം വിധിച്ചത് എന്താ? കേരളത്തിന്റെ അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്നുള്ളത് നമുക്ക് മുഖ്യമന്ത്രി ഇനി UDF ജയിക്കുകയാണ് എങ്കിൽ അതിൽ ആര്? വി.ഡി. സതീശനോ? രമേശ് ചെന്നിത്തലയോ? കെ.സി. വേണുഗോപാലോ? നിരവധി ചോദ്യങ്ങളാണ്. പ്രതിപക്ഷത്താര്? LDF-ന് ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരുമോ? പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുമോ? നേതൃസ്ഥാനത്ത് ഇരിക്കുമോ? അങ്ങനെ ഒരു പിണറായി വിജയനെ കേരളം കാണുമോ? അറിയില്ല, കാത്തിരിക്കേണ്ടി വരും. BJP അക്കൗണ്ട് വീണ്ടും തുറക്കുമോ? 2 അക്കത്തിലേക്ക് കടക്കുമോ? അതോ 3-4 നേടി വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തുമോ? വോട്ട് വിഹിതം കൂട്ടുമോ? നിരവധി ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം അടുത്ത മണിക്കൂറുകളിൽ ലഭിക്കും. എന്തായാലും ഇനി ഒരു മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രം സമയമാണ് വോട്ടെണ്ണൽ ആരംഭിക്കാൻ. വോട്ടെണ്ണൽ ആരംഭിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതാണ്ട് 8:45 ആദ്യ സൂചന നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും പ്രേക്ഷകർക്ക്. ഈ സ്ക്രീനിൽ വളരെ വ്യക്തമായി നമുക്ക് ഒരിക്കൽ കൂടി സ്ക്രീനിന്റെ വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കാം. ഏറ്റവും താഴെ കാണുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളാണ്. പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി ഉൾപ്പെടെ. ഇനി മുകളിലേക്കാണ് ആ യെല്ലോ ബാൻഡിൽ കാണുന്നതാണ് ഓരോ ജില്ല തിരിച്ചുള്ള മണ്ഡലങ്ങളുടെ ലിസ്റ്റാണ് കാണുന്നത് പ്രേക്ഷകർക്ക്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൊല്ലം വന്നു. അപ്പോൾ കൊല്ലത്ത് അവിടെ കൃത്യമായി ഇപ്പൊ ചടയമംഗലത്ത് ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് വിജയിച്ചത് എന്നുള്ളത് കൃത്യമായി വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയും. വളരെ ക്ലിയർ ആയി കാണാൻ കഴിയും. വോട്ടിന് എന്നത് കൂടി കാണാൻ പറ്റും. വട്ടിയൂർക്കാവിൽ ആരാണോ ലീഡ് എടുക്കുന്നത് അവർക്ക് എത്ര വോട്ടിന്റെ ലീഡ് എന്നത് കൂടി കാണാൻ പറ്റും എന്നതാണ് ആ ഒരു മഞ്ഞ യെല്ലോ ബാൻഡിന്റെ പ്രത്യേകത. അവിടേക്ക് നോക്കിയാൽ നിങ്ങളുടെ ജില്ല എങ്ങനെ ചിന്തിച്ചു, നിങ്ങളുടെ ജില്ല എങ്ങനെ വോട്ട് ചെയ്തു എന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം ചുവന്ന നിറമാണ്. നമുക്ക് അറിയാം ആരായിരിക്കും നമുക്ക് ഭരിക്കാൻ പോകുന്ന മുന്നണി എന്ന്. LDF, UDF, NDA ഇതിൽ ആരൊക്കെ എത്ര സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ആ റെഡ് ബാൻഡിൽ മുകളിൽ കൃത്യമായിട്ടും കേരളത്തിന്റെ പൊതുചിത്രം എന്ന് പറയാം ആ റെഡ് ബാൻഡ്. അവിടെ LDF-നാണോ ലീഡ്, UDF-നാണോ ലീഡ്, എത്രയിടത്ത് ലീഡ് എന്നത് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. NDA-ക്ക് ലീഡ് ഉണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. അപ്പോൾ കേരളത്തിന്റെ ഒറ്റ ചിത്രം വേണമെങ്കിൽ ആ റെഡ് ബാൻഡിലേക്ക് നോക്കുക. ഓരോ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ വേണമെങ്കിൽ യെല്ലോ ബാൻഡിലേക്ക് നോക്കുക. അതല്ല, കേരളത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾ ഈ വോട്ടെണ്ണൽ നടക്കുന്ന ഇടങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ താഴത്തെ ബ്ലൂ ലൈനുകൾ നോക്കുക. ഓരോ അപ്ഡേറ്റ് ടോപ്പിൽ. മാത്രമല്ല നമ്മുടെ സെൻട്രൽ ഡെസ്കിൽ നിന്ന്, അതായത് നോയിഡയിൽ നിന്ന് സുവി വിശ്വനാഥനും വിവരങ്ങൾ നൽകി. അവിടെ പാർവതിയുണ്ട്, സുവിയുണ്ട്. വളരെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങൾ നോയിഡയിലും ഒരുക്കിയിട്ടുള്ളത്. അതായത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ അപ്പോൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടി നമ്മളുടെ ഒരു വിപുലമായിട്ടുള്ള സജ്ജീകരണം അവിടെ നോയിഡയിലുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അങ്ങോട്ട് എല്ലായിടത്തും സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ കൊച്ചിയിലാണ് കണ്ടത് സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന ദൃശ്യങ്ങൾ. എല്ലായിടത്തും ഈ 140 ഇടങ്ങളിലും സ്ട്രോങ് റൂമുകൾ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. 140 മണ്ഡലങ്ങളിലെയും ഫലമടങ്ങുന്ന ഇടങ്ങളിലെ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോവുകയാണ്. ഇനി ഒരു മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ കേരളം എങ്ങനെ വിധി എഴുതി എന്നറിയാൻ. കേരളം വിധി എഴുതിയതിന്റെ ഫലമറിയാൻ ഇനി നമുക്ക് മണിക്കൂറുകൾ മാത്രം. എണ്ണിത്തുടങ്ങാൻ ഇനി ഏതാണ്ട് 57 മിനിറ്റ് മാത്രം. നാളെ രാവിലെ ഈ സമയം നമുക്ക് പറയാൻ പോകുന്നത് മറ്റു പല കാര്യങ്ങളായിരിക്കും. ആരാണ് ഭരിക്കാൻ പോകുന്നത്, ആരാണ് മുഖ്യമന്ത്രി, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ രാവിലെ നാളത്തെ വാർത്തയിൽ പറയുക. ഈ ദിവസമാണ് D-Day. KPCC ഓഫീസിലിട്ട പന്തലിൽ ഇന്ന് വൈകുന്നേരത്ത് തന്നെ ഫലം അറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചിലപ്പോൾ ഒരു ചർച്ചകൾ തുടങ്ങും കേട്ടോ. നമ്മുടെ AICC-യുടെ നിരീക്ഷകർ ഇവിടുത്തെ ഫലം അറിയാൻ കാത്തിരിക്കുകയാണ്. അവർ വന്ന് വേണം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ. അതിപ്പോ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതിനോടകം തന്നെ അവകാശവാദങ്ങളും ഫ്ലെക്സ് യുദ്ധങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും UDF-ന് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ അവിടെ മുഖ്യമന്ത്രി ആര് എന്നത് തീരുമാനിക്കുന്നതിനായുള്ള ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വേണ്ടിവരും. അവകാശവാദങ്ങൾ എന്നാൽ എലിജിബിൾ ആയിട്ടുള്ള 3 ലീഡേഴ്സ് അതായിരിക്കും. അത് വിട്ടൊരു കളിയില്ല. എന്തായാലും എലിജിബിൾ ആയിട്ടുള്ള
3 ലീഡേഴ്സ് ഉണ്ട്. അവർ പറയുന്നത് അവരുടെ ജനാധിപത്യമാണ്, അവരുടെ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യമാണ് എന്ന് പറയുന്നത്. അത് നമ്മൾ മാനിക്കേണ്ടതാണ്. എന്തായാലും 3 ലീഡേഴ്സിനെ അവർക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. 3 പേരും ഒരുപോലെ എലിജിബിൾ ആണ്. അതിൽ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം വന്ന ഫ്ലക്സിൽ BSന്റെ അനുഭവം ഒക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ ഫ്ലെക്സ്. എന്തായാലും വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചതിന്റെ ക്ലെയിം ഉയർത്തുന്നു. സീനിയർ നേതാവ് എന്ന ക്ലെയിം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. KC ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച വ്യക്തി എന്നുള്ള ക്ലെയിം ഉന്നയിക്കുകയാണ്. അപ്പോൾ 3 നേതാക്കളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും എന്തായാലും അവിടെയും തമിഴ്നാട്ടിൽ വളരെ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ടിവിക്ക് എത്രമാത്രം പെർഫോം ചെയ്യും എന്നുള്ളതൊക്കെ കാത്തിരുന്നാണ് ഒരു പ്രതിഫലനം എന്താണ് നമുക്കൊന്ന് VVR-ലേക്ക് പോകാം. എൽദോ VVR-നുണ്ട്. ഇവിടെ സ്ട്രോങ് റൂമുകൾ തിരുവനന്തപുരത്ത് തുറക്കാൻ പോവുകയാണ്. കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് VV അരുൺ ചേരുകയാണ്. അരുൺ, സ്ട്രോങ് റൂമുകൾ തുറന്ന് തുടങ്ങിയിരിക്കുന്നു. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളാണ് രാവിലെ തുറന്നത്. അത് ആ പോസ്റ്റൽ ബാലറ്റുകൾ ഇതിനകം തന്നെ കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ആ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയ ശേഷം 8:15 ഒരുപക്ഷെ EVM മെഷീനുകളുടെ സ്ട്രോങ് റൂമുകൾ തുറക്കുക. എല്ലാ കൗണ്ടിംഗ് സെന്ററുകളിലും ആ രീതിയിലാണ് സജ്ജീകരണങ്ങൾ. സ്ഥാനാർത്ഥികളും അവരുടെ ഏജന്റുമാരും ഒക്കെ ഇതിനകം ഈ കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോഴും കഴിഞ്ഞ നേരത്തെ നമ്മൾ സംസ്ഥാന നേതാക്കളുമൊക്കെ കോൺഗ്രസിന്റെ രമ്യ ഹരിദാസ് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യത്തെ അരമണിക്കൂറോളം ഒരു കൃത്യമായ ഫലസൂചനയിലേക്ക് പോകാൻ കഴിയില്ല. 8:30 EVM മെഷീനുകളിലേക്ക് മാറും. 8:45 ആദ്യ റൗണ്ടിലെ ഫലം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പോസ്റ്റൽ ബാലറ്റുകൾ 8 മണിക്ക് എണ്ണി തുടങ്ങിയാലും ഉടൻ തന്നെ അതിൻ്റെ കണക്കുകൾ പുറത്തു വരാൻ സാധ്യതയില്ല. വളരെ കൃത്യമായി വളരെ വ്യക്തമായി കണക്കുകൾ ഇത്തവണ എണ്ണണം. ഒരു തരത്തിലുള്ള പിഴവും വരരുത്. കാരണം 20,000-ൽ പരം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ വിമർശനം കോടതിയിൽ നിന്ന് അടക്കം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കണക്കുകൾ പാളിപ്പോകരുത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ വിമർശനം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം വലിയ വിമർശനം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി കണക്കുകളിലേക്ക് പോകണമെന്ന നിർദ്ദേശമാണ് ഇതിനകം നൽകിയിട്ടുള്ളത്. പോസ്റ്റൽ ബാലറ്റുകൾ ടേബിളുകളിലേക്ക് കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. 8 മണിക്ക് തന്നെ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൃത്യം 8 മണിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് പോസ്റ്റൽ ബാലറ്റുകളുടെ കൗണ്ടിംഗ് ആരംഭിക്കും. ഓരോ മണ്ഡലത്തിലെയും പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് ആരംഭിക്കും. അതിന്റെ ഫലം ആ ഘട്ടത്തിൽ പ്രഖ്യാപിക്കാനിടയില്ല. EVM മെഷീനുകൾ എണ്ണിക്കഴിഞ്ഞ ശേഷം മാത്രമേ അതിനൊപ്പം ഇത് ടാലി ചെയ്യാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകളുടെ കണക്കുകൾ ആദ്യഘട്ടത്തിൽ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. 8 മണിയോടുകൂടി EVM മെഷീനുകൾ സ്ട്രോങ് റൂമുകളിൽ നിന്ന് കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് മാറ്റും. പലയിടങ്ങളിലും സ്ട്രോങ് റൂമുകൾ തുറന്നു, പലയിടങ്ങളിലും ടേബിളുകൾ സജ്ജമാകുന്നു. എന്നാലും ചിലയിടങ്ങളിൽ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോകുന്നേ ഉള്ളൂ. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചിലയിടങ്ങളിൽ തുറന്ന് വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.